അപ്പോൾ 25 ദിവസത്തെ കാത്തിരിപ്പ്. അതിനൊടുവിൽ കേരളം ആര് ഭരിക്കുമെന്ന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ഉച്ചയോടെ മുഴുവൻ ഫലങ്ങളും പുറത്തുവരും. 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങി ഒരു 8:30-9 മണിയാകുമ്പോഴേക്കും ആദ്യ ഫല സൂചന. കേരളത്തിന്റെ കാറ്റ് ഏത് ദിശയിൽ എന്ന സൂചന വരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ല ഇഞ്ചോടിഞ്ച് കട്ടയ്ക്ക് കട്ട ഈ പറയുന്ന ചാണക്യ ടുഡേ ചാണക്യമൊക്കെ പറയുന്ന മട്ടിലുള്ള തൂക്കിലേക്കൊക്കെ ആണെങ്കിൽ അത് 8:30 ആയാലും 9:30 ആയാലും 10:30 ആയാലും ഒന്നും അതിന്റെ കൃത്യസൂചന നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ ഒരു ദിശ എങ്ങോട്ടൊന്ന് കൃത്യമായി അറിയാൻ കഴിയും. 3 മുന്നണികളുടെയും ഉദ്വേഗമേറ്റുന്ന നിമിഷങ്ങളിലേക്ക് രാഷ്ട്രീയ കേരളം കടന്നു കഴിഞ്ഞു. വോട്ടെണ്ണലിന്റെ ഓരോ നിമിഷവും ഏറ്റവും വേഗത്തിൽ ആധികാരികതയോടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം 24 പൂർണ്ണ സജ്ജമാണ്. ഇതുവരെ കാണാത്ത കാഴ്ചാവിസ്മയങ്ങളുമായി 24 നിങ്ങളിലേക്ക് എത്തും. ആർ ശ്രീത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീത്ത്, അങ്ങനെ പറഞ്ഞ് ആ ദിവസം സമാഗതമാവുകയാണ്. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങാൻ പോകുന്നു. 8:30, 9, 9:30 ആകുമ്പോഴേക്കും അടുത്ത കേരളത്തിന്റെ നാഥനാര് എന്നതിന്റെ സൂചന കിട്ടില്ലേ ശ്രീജിത്ത്? ഹാഷ്മി, തീർച്ചയായും ഇനി വരുന്നത് ഉദ്വേഗത്തിൻ്റെ മണിക്കൂറുകളാണ്. മണിക്കൂറുകൾ കഴിയുമ്പോൾ കേരളത്തിൻ്റെ വിധി നിർണയം എന്താണെന്ന കാര്യത്തിൽ വ്യക്തത വരും. നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെണ്ണൽ ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുമ്പോൾ കേരളം ഏത് ദിശയിലേക്കാണ് തിരിയുന്നത്, അത് ഇടത്തേക്കാണോ വലത്തേക്കാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. എന്നാൽ 12:30യോടുകൂടി പൂർണ്ണമായും കേരളം ആര് ഭരിക്കുന്നു എന്നതിൽ തീർച്ചയായും ഒരു ഉത്തരം ജനങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ അന്നേരം അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുന്നണികളുടെ നെഞ്ചിടിപ്പേറുന്ന നിമിഷങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന ഉറച്ച ആത്മവിശ്വാസം LDF ക്യാമ്പുകൾ സജീവമാണ്. മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസമാണ് LDFിൻ്റെ പ്രതീക്ഷയുടെ അടിസ്ഥാനമായി മാറുന്നത്. മുഖ്യമന്ത്രി സ്വന്തം നിലയ്ക്ക് നടത്തിയ ചില പഠനങ്ങളും മുഖ്യമന്ത്രിക്ക് ലഭിച്ച ചില റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് 80 സീറ്റിൽ കുറയാത്തൊരു വിജയം കേരളത്തിൽ LDFിന് ഉണ്ടാകുമെന്നും 3ാം തുടർഭരണമെന്ന ചരിത്ര നേട്ടത്തിലേക്ക് നടന്നു കയറുമെന്നും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ UDF ആകട്ടെ 10 വർഷത്തെ അധികാര നഷ്ടം തിരിച്ചു പിടിക്കാൻ തങ്ങൾക്ക് അനുകൂലമായൊരു ജനവിധി ഉണ്ടാകുമെന്ന് അവരും ഉറച്ചു പ്രതീക്ഷിക്കുന്നു. അതിന് കാരണം ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പും ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള വൈകാരികമായ വിഷയങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ 85-ൽ കുറയാത്ത സീറ്റ് നേട്ടവുമായി കേരളത്തിൻ്റെ അധികാര സോപാനങ്ങളിലേക്ക് വീണ്ടും UDF നടന്നു കയറുമെന്ന് UDFും ഉറച്ചു വിശ്വസിക്കുന്നു. തോൽവി ഉണ്ടായാൽ അത് മുന്നണിക്കകത്തും മറ്റും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജയം അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് UDF എന്ന് നിസ്സംശയം പറയാം. NDA ആകട്ടെ കേരളത്തിൽ 2014 തുറന്ന അക്കൗണ്ട് 2021-ൽ നേമത്ത് വി ശിവൻകുട്ടി പൊട്ടിച്ചതാണ്. വീണ്ടും അക്കൗണ്ട് തുറക്കാനും നിയമസഭയിലെ നിർണായകമായ ഒരു ശബ്ദമാകാനും കഴിയുമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. മാത്രമല്ല, നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ ചില എക്സിറ്റ് പോൾ സർവേകളൊക്കെ തന്നെ വലിയ മുന്നേറ്റം NDAക്ക് പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നിയമസഭയിൽ 5-ൽ കുറയാത്ത പ്രാതിനിധ്യം ഞങ്ങൾക്കുണ്ടാകും. ഒപ്പം തന്നെ വോട്ട് വിഹിതം 20% ഉയർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുമൊക്കെ NDA കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ഒരു പ്രകടനത്തിലേക്ക് തങ്ങൾക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് NDA ക്യാമ്പിലുള്ളത്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രം കേരളത്തിൻ്റെ ജനവിധി എന്താണെന്ന് അറിയാൻ. ആർ ശ്രീത്താണ് നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. നിയമസഭാ മന്ദിരത്തിലേക്ക് അടുത്ത 5 വർഷം ആരാണ് അവിടെ നയിക്കുക? ട്രഷറി ബെഞ്ചിൽ ആരാണ് വരിക? ആരാണ് പുതിയ പ്രതിപക്ഷത്തേക്ക് എത്തുക? പ്രതിപക്ഷ നേതാവ് ആര് എന്നതുള്ള വലിയ ഉദ്വേഗത്തിൻ്റെ പൂർവാധികം ശക്തമായ മണിക്കൂറുകളിലേക്ക് നമ്മൾ ഇതിനോടകം തന്നെ കടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ കേവലം 10-22 മണിക്കൂറിനപ്പുറം കേരളം കാത്തിരിക്കുന്ന ചോദ്യം, ആരാണ് കേരളത്തിനടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഉത്തരമാകാൻ പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.